അപ്പോൾ നമ്മുടെ കിഷ്കിന്ത കാണ്ഡത്തിൻ്റെ ടീം വീണ്ടും ഒന്നിക്കുന്ന എക്കോ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ ടീസർ റിയാക്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ പിന്നണിയിലുള്ള ആരെങ്കിലും ഇതിൻ്റെ ഉച്ചാരണം ചെയ്ത് കണ്ടോ? ഇത് കറക്റ്റ് എങ്ങനെയാണോ ഇത് അതറിയത്തില്ല. എക്കോ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മുടെ ലിപി അല്ലെന്നോ എന്തോ ജാപ്പനീസ് ഭാഷയിലുള്ള എന്തെങ്കിലും വാക്കുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. ബാഹുൽ രമേഷിനല്ലേ ക്യാമറ? അതെ. മലയാള ഭാഷയിൽ എന്തോ ഒരു പേര് പറയാറുണ്ട്. അതാണ് ഇപ്പോൾ മദ്രാസ് റെയിൽ ബേസിൽ ഒരു ടിബറ്റൻ പ്രൊഫൈൽ ഉണ്ടായി. മൂന്നും കഴിഞ്ഞ് 4 ആഴ്ച ആയിട്ടുമാണ് അടിവാരത്തെ കാണാൻ വേണ്ടി അത്രയ്ക്ക് ആർക്കാരുടെ കാര്യങ്ങള് നമ്മൾ പോലെ നമ്മളെ കൊണ്ട് ചെയ്യും. ബാഹുൽ രമേഷ് ചിലതൊക്കെ കറക്റ്റ് ആട്ടോ. പട്ടികൾ നടക്കുന്ന അളവില് മനുഷ്യന് നടക്കാൻ പറ്റില്ല. ഇല്ലായിരുന്നു. ദിൽജിത്ത് അയ്യർ, ക്രോണിക്കിൾസ്, എക്കോ, കുര്യച്ചൻ. ആക്ച്വലി ഇത് കണ്ടിട്ട് ഇത് ടീസർ പോലെയും മറ്റേത് ട്രെയിലർ പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമല്ലേ? ഭയങ്കര രസമായിട്ട് ചെയ്തു. എനിക്ക് ബാഹുൽ രമേഷേ പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ട ഭയങ്കര പുള്ളി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര. പുള്ളിക്ക് എങ്ങനെ ഐഡിയ എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെ പുള്ളിയെ തുടങ്ങുന്നു, പുള്ളിയുടെ റൈറ്റിംഗ് പ്രോസസ്സ് ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടീസറിലാന്ന് തോന്നുന്നു. അത് പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ട് അത് പിടിച്ചിട്ട് അങ്ങ് പോവാം. ഒരു ക്യാരക്ടറോ എന്തെങ്കിലും എലമെന്റ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുള്ളി അങ്ങ് സഞ്ചരിക്കുക. അത് വെച്ചിട്ട് അല്ല പുള്ളി ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് ആ പ്ലോട്ടിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരില്ല. സഞ്ചരി ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ പുള്ളിക്ക് ഒരു സംഭവം കിട്ടുമ്പോൾ എവിടെയെങ്കിലും സാധനം സ്ട്രൈക്ക് ആകുമ്പോൾ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം, അതെല്ലാം തിരിച്ച് മാറ്റം വരുത്തി പുതിയ പരിപാടിയിലേക്ക്. അങ്ങനെയാണ് ഈ ടീസർ ട്രെയിലറിന്റെ കട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു മൂഡിൽ എത്തുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് നല്ലതാ. തിയേറ്റർ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തോ സംഭവം ഉണ്ടെന്നൊരു തോന്നലുണ്ട്. തിയേറ്റർ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടട്ടെ അത് അല്ലേ. ഭയങ്കര ഇപ്പൊ കിഷ്കിന്ത കാണ്ഡത്തിന് അങ്ങനെ ആയിരുന്നു. നമുക്ക് എന്താണ് പരിപാടി എന്നൊരു ധാരണയില്ല. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. ട്രെയിലർ കാണുമ്പോൾ ഇതേപോലെ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ഒരു രസമുണ്ട് പരിപാടി. അകത്ത് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ഈ ഒരു ക്യാരക്ടറിന്റെ പേര് പറയുന്നല്ലോ, കുര്യച്ചൻ. അതായത് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചനെ തപ്പിയുള്ള പരിപാടിയായിരിക്കും. അതെ. പിന്നെ ഈ പട്ടികളെ പുള്ളി എന്തോ നേവിക്ക് പട്ടികളെ സപ്ലൈ ചെയ്തു, അങ്ങനെ എന്തോ ബ്രീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഇപ്പോൾ പുള്ളിയുടെ കൂടെ നമ്മുടെ വിനീതിന്റെ കൂടെ ഒരു ഹസ്കി ഉണ്ട്. അങ്ങനെ കുറച്ച് പട്ടികളെ കാണാൻ ഈ ആനിമൽ ട്രിലോജി എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംഭവം രസമായിരിക്കും എന്തായാലും പടം. ഭയങ്കര വെറൈറ്റി ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. ഇതിൻ്റെ അകത്തൊരു തലശ്ശേരി പോലീസ് സ്റ്റേഷൻ അക്രമത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ സെയിം സാധനം കിഷ്കിന്ത കാണ്ഡത്തിലുണ്ടായിരുന്നു, ഓർക്കുന്നോ? കിഷ്കിന്ത കാണ്ഡത്തിൽ വിജയരാഘവന്റെ ക്യാരക്ടറും ജഗദീഷിന്റെ ക്യാരക്ടറും ആയിട്ടുള്ളൊരു ബന്ധം ബന്ധം പറയുന്നത്. അപ്പൊ ഇവർ ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അതെ അങ്ങനെ എന്തോ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ബന്ധമുണ്ടെന്ന് ആ പടത്തിലൊരു റെഫറൻസ്. അശോകൻ ആ ക്യാരക്ടർ തന്നെയാണോ എന്ന് അറിയത്തില്ല. പോലീസുകാരനായിട്ടൊരു അതേ ലുക്കിലൊക്കെയാണ് അശോകൻ വരുന്നത്. അശോകൻ നടക്കുന്ന ഒരു ജീപ്പിലാണ്, എന്തോ ലിസിമോളോ അങ്ങനെ എന്തോ ഒരു ജീപ്പാണ്. ഇതിനകത്തൊക്കെ പേരൊക്കെ നമുക്ക് അറിയില്ല. ഈ ജീപ്പിലെ പേരൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ തേച്ചത് കളയാതെ കുറച്ച് വായിക്കാതിരുന്ന. അപ്പൊ അതിനകത്ത് ചിലപ്പോ ഈ കണക്ഷന്റെ എന്തെങ്കിലും കാണാം. ബാഹുൽ രമേശ് ആയതുകൊണ്ട് ഒന്നും പറയാം. ബാഹുൽ രമേശ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊക്കെ മൈൽഡ് കണക്ഷൻ ആയിരിക്കും. കഥയിൽ വലിയ ഇന്ന് കാണത്തില്ല. ഇതിനെ ചുമ്മാ ഒരു യൂണിവേഴ്സ് ആണല്ലോ, ആ രസമുണ്ടല്ലോ, അത്രേ ഉള്ളൂ.
പുള്ളിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി എഴുതി കഴിഞ്ഞിട്ട് പുള്ളി ഇത് അച്ഛന് നരേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം പകുതി ആയി കഴിയുമ്പം നരേറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അച്ഛൻ പറയും ഇത് സെക്കൻഡ് ഹാഫ് ഇങ്ങനെയൊക്കെ അല്ലേ പോകുന്നതെന്ന് പുള്ളി അത് ഫുൾ ഉപേക്ഷിക്കും. ആ രീതിയിൽ പുള്ളി പിന്നെ എഴുതത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, സെക്കൻഡ് ഹാഫ് ഇപ്പം നിങ്ങൾ എന്താണോ പറയുന്നത് പുള്ളി ആ രീതിയിലല്ലായിരിക്കും. അങ്ങനത്തെ തോട്ട്സ് പുള്ളി ആദ്യം റേസ് ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് പ്രെഡിക്റ്റബിൾ ആവുമല്ലോ. അതെ, എന്തായാലും ഭയങ്കര പ്രതീക്ഷയുള്ളൊരു റൈറ്ററാണ് അതെനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഒരുപക്ഷെ ഇത് നെക്സ്റ്റ് ഈ എല്ലാവരും കൂടെ എടുത്ത് ആഘോഷിക്കാൻ പോകുന്ന പടമാവാൻ ചാൻസ്. കഴിഞ്ഞ വർഷമായിരുന്നല്ലേ? അതെ, കിഷ്കിന്ധാണ് കഴിഞ്ഞ വർഷം. ഇത് ഇപ്പോൾ റിലീസ് 21 ഈ വർഷത്തെ ലിസ്റ്റിൽ വരുമോ ഇല്ലയോ നോക്കാം. അത് തന്നെ, നിന്റെയൊക്കെ ലിസ്റ്റിൽ വന്ന നമുക്ക് എന്താണ് നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കുന്നൊരു പടമാണ് എക്കോ. കാരണം എൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ മുതലേ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതലേ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഉണ്ടായിരുന്നു. അതെ, ഈ സന്ദീപ് ആക്ച്വലി മറ്റേ പടക്കണം കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത പടം എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് കിഷ്കിന്ധാകണ്ടത്തിന് ടീമിൻ്റെ കൂടെയാണ് പടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണ് അവരുടെ കൂടെയാണ് എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ ഇവരാരും ഇതിൻ്റെ ഒരു പരിപാടികളൊന്നും പുറത്തോട്ട് വിടത്തുമില്ല. അല്ല, ഫിലിം മേക്കിംഗ് ടൈം ഭയങ്കര സ്പീഡുണ്ട്. അതെ, എല്ലാ വർഷവും ഓരോ പടം ഇറക്കാൻ പറ്റും ഈ ടൈമിൽ തന്നെ. അത് ഇതിൻ്റെ ഇടയ്ക്ക് ബാഹുല്യമേഷ് മറ്റേ സാധനം എഴുതി കൊടുത്തു. ഏത് കേരള ക്രൈം ഫയൽസിന്റെ സെക്കൻഡ് സീസൺ, അതും നല്ലൊരു നല്ല രസമായിരുന്നു. എനിക്ക് സംബന്ധിച്ച വെച്ചാൽ പുള്ളിയുടെ കഥ പോണ സംഭവം അതിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒറിയോൽ പോളോ എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയുടെ നെറ്റ്ഫ്ലിക്സിലൊക്കെ പടമുണ്ട്. പുള്ളിയുടെ പടങ്ങളെല്ലാം എല്ലാം ഈ ത്രില്ലറുകളാണ്. പക്ഷേ ഈ ത്രില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു മൂടേയല്ല. നമ്മൾ ഈ പടം ഇങ്ങനെ കണ്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല വഴി കൂടെ സഞ്ചരിച്ചാണ് നമ്മളിതിൻ്റെ ഇന്ത്യയിൽ പോയി എത്തുന്നത്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ ആ ഒരു ഫീല് പുള്ളിയുടെ പടങ്ങൾക്കുണ്ട്. മറ്റേ ഈ കേരള ക്രൈം ഫയൽസ് നമ്മൾ നോക്കിയാൽ അങ്ങനെ ആ ഇൻവെസ്റ്റിഗേഷൻ പോണ വഴി വേറൊരു ലൈനാണ് അല്ലേ? മറ്റേ ഒരാൾ ഒരു ബേസിങ് വേറെ ഡിഫറെൻ്റ് ഇവരുടെ അന്വേഷണത്തിൻ്റെ. എന്നാൽ നമുക്ക് ഈ സ്ലോ ആണെന്ന് തോന്നത്തില്ല. അതിൻ്റെ വേറൊരു മൂഡും വേറൊരു ലൈനുമാണ്. എല്ലാ ക്യാരക്ടേഴ്സും ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് എന്തായാലും എക്കോ തിയേറ്ററിൽ അതെ മൂവി മാരത്തോൺ ഡേയിൽ അന്നത്തെ ആദ്യത്തെ പടം ആദ്യം എക്കോ കാണണം. എന്നിട്ട് നമുക്ക് വിലായത്ത് ബുദ്ധ. പിന്നെ അടുത്ത നമുക്ക് ഫൈനൽ പടം എപ്പോഴും കുറച്ച് ഫൺ പടമായിട്ട് കാണണമെന്നാണ്. കീർത്തിയൊക്കെയുടെ പടമുണ്ട്. ഇല്ല, അത് അടുത്ത നല്ല മൂടാണ്. മൂടിയെന്ന് അധികം പുറത്തിറങ്ങാത്ത രീതി അങ്ങനെ. അതിനകത്ത് എനിക്കിത് പ്രത്യേകിച്ച് നമുക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പടം ആദ്യം കാണും. കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് പിന്നെ ഇതാവും, വിഷമവും. കാര്യം നമ്മൾ ബാക്കി കാണുന്ന പടം ഇല്ലേ, അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ മറ്റേ മൈൻഡ് സെറ്റ് ഇരിക്കും. വിലയത്തെ ബുദ്ധിയായിരിക്കും അപ്പുറത്ത് എന്തായിരിക്കും നടക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ FDFS കാണുന്നതായിരിക്കും.